ഹലോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? നമുക്ക് നോക്കാം എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എളുപ്പത്തിൽ പഠിക്കാം, സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കുക. നോക്ക് മക്കളെ, ഇവിടെയാണെങ്കിൽ ഞാൻ 2 കോയിൽ എടുക്കാൻ പോവാണ്. എത്ര കോയിലുണ്ടാ? 2 കോയിലുണ്ട്. ഉണ്ടോ? 2. ഇതൊരു കോയിലാണ്. കണ്ടോ? അതുപോലെ മറ്റൊരു കോയിലുണ്ട്. ഇത് വേറൊരു കോയിലാണ്. 2 കോയിലിൻ്റെയും നീളം സെയിം ആണ്. കണ്ടോ? ഇത് വേറൊരു കോയിലാണ്. ഒരു കോയിലിൻ്റെ ഉള്ളിൽ മറ്റൊരു കോയിൽ ചുറ്റിയെടുത്തിരിക്കുകയാണ്. കേട്ടോ? 2 കോയിലുണ്ട്. 2 കോയിലിൻ്റെ നീളം എന്താ മക്കളെ? സെയിം ആണ്. 2 കോയിലിൻ്റെ നീളം സെയിം ആണ്. ഓക്കെ, ഞാനാണെങ്കിൽ കറണ്ട് കടത്തിവിടാൻ പോവാണ്. ഈ മഞ്ഞ കോയിലാണ് നമ്മളുടെ പ്രൈമറി കോയിൽ ഞാൻ പറയും. അതുപോലെ ഈ നീല കോയിലാണ് സെക്കൻഡറി കോയിൽ. സോ 2 കോയിലുണ്ട്. ഇതൊക്കെയാടാ? പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. ഇനി നോക്കണം, ഞാൻ പ്രൈമറി കോയിലൂടെ ഒരു കറണ്ട് കടത്തിവിടാൻ പോവാണ്. ഐ എന്ന കറണ്ടിനെ ഞാൻ പ്രൈമറി കോയിലൂടെ കടത്തിവിടാൻ പോവാണ്. ഞാൻ അതുകൊണ്ട് പറയും I1 എന്ന് പറയും. എന്താണ്? ആ കറണ്ട് പാസിങ് ത്രൂ പ്രൈമറി കോയിൽ എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ I1 എന്ന് പറയും. ഓക്കെ ആണ്? അപ്പോൾ സെക്കൻഡറിയിലാണെങ്കിലോ ഞാൻ I2 എന്ന് പറഞ്ഞേനെ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് പ്രൈമറി കോയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ഞാനാണെങ്കിൽ കറണ്ടിനെ I1 എന്ന കറണ്ടിനെ കടത്തിവിട്ടു. ഇനി ഞാൻ I1 എന്ന കറണ്ട് കടത്തിവിടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു കോയിലുണ്ടടാ. ഈ കോയിലിലൂടെ കറണ്ട് കടത്തിവിടാൻ പോവുകയാണ്. സോ I1 എന്ന കറണ്ട് ബേസിക്കലി പറഞ്ഞാൽ കടത്തിവിടാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായി എന്ത് ചെയ്യും? ഈ കോയിൽ ആരെ ഉണ്ടാക്കും? മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ശ്രദ്ധിക്കണേ, ഈ 2 വാക്കുകൾ നമ്മൾ തിരിഞ്ഞു പോയത്. മാഗ്നറ്റിക് ഫ്ലക്സും മാഗ്നറ്റിക് ഫീൽഡും. ഇവന് മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. കണ്ടോ? ഇവൻ എന്തുണ്ടാക്കും? മാഗ്നറ്റിക് ഫീൽഡ് B1നെ ഉണ്ടാക്കും. പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B1. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ഒരു കണ്ടക്ടറിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് വന്ന് ടച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. സോ എവിടെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നത്? സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും മക്കളെ? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. മനസ്സിലായോ? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് പെർപെൻഡിക്കുലർ ടു എ സർഫസ്. സോ ഒരു സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഫ്ലക്സ് ഉണ്ടാകുന്നത് എവിടെയാണ്? നിങ്ങൾ പറയണം സർ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വന്ന് വീഴുമ്പോഴാണ്, പെർപെൻഡിക്കുലറായിട്ട് വന്ന് വീഴുന്ന ഫീൽഡ് ലൈൻസിനെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. സോ ഫ്ലക്സ് ഉണ്ടാകുന്നത് എവിടെയാണ്? സെക്കൻഡറി കോയിലാണ്. ഈ പ്രൈമറി കോയിൽ എന്താ ഉണ്ടാക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു, ബി ഉണ്ടാക്കുന്നു. സോ ബി ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ട് ആരാ ബി ഉണ്ടാക്കുന്നത്? I1 എന്ന കറണ്ടാണ് B1നെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ഫ്ലക്സ് ഉണ്ടാവും. സെക്കൻഡറി കോയിൽ ഫ്ലക്സിനെ എങ്ങനെ വിളിക്കും നമ്മൾ? സെക്കൻഡറി കോയിലാണെങ്കിൽ Φ2 എന്നാണ് വിളിക്കേണ്ടത്. ശരിയാണോ? Φ2 എന്ന് വിളിക്കണം. അപ്പോൾ സെക്കൻഡറി കോയിൽ ഫ്ലക്സ് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെയാണെങ്കിൽ ആര് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെയാണ് നിങ്ങൾ ആദ്യം കുറച്ച് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടത്. പറഞ്ഞേ, പ്രൈമറി കോയിലുണ്ടടാ. ഇത് നമ്മൾ പ്രൈമറി കോയിലാണ്. സോ പ്രൈമറി കോയിലാണെങ്കിൽ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് പറഞ്ഞേ, പ്രൈമറി കോയിലിൽ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് പ്രൈമറി കോയിൽ എന്തുണ്ടാക്കുമടാ? പ്രൈമറി കോയിൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും, B1നെ ഉണ്ടാക്കും. ഈ B1 ആണെങ്കിൽ സെക്കൻഡറി കോയിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? Φ2 ഉണ്ടാകും. മനസ്സിലായോ? സോ പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായി സെക്കൻഡറി കോയിൽ ഫ്ലക്സ് ഉണ്ടാകും. പ്രൈമറി കോയിലൂടെ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ഫ്ലക്സ് ഉണ്ടാകും. ഇത്തരം കാര്യം മനസ്സിലായോ? ഇനി നോക്ക്, ഞാൻ ഈ കറണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്, കറണ്ടിനെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡും കൂടും. അതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ട് ഫ്ലക്സിനും മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ആര് ചേഞ്ച് ചെയ്തു? ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. എവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തു? നിങ്ങൾ പറയും സർ, സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. സോ പ്രൈമറി കോയിലെ കറണ്ട് വേരി ചെയ്യുന്ന അനുസരിച്ച് സെക്കൻഡറി കോയിൽ എന്തുണ്ടായി മക്കളെ? ഫ്ലക്സ് ഉണ്ടായണം. ഈ കാര്യം സിമ്പിളല്ലേ? വളരെ സിമ്പിളായ കാര്യമാണ്. പ്രൈമറി കോയിലെ കറണ്ട് വേരി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും മക്കളെ? ചേഞ്ച് ചെയ്യും.
സോ ഫ്ലക്സിന് മാറ്റമുണ്ടെങ്കിൽ ഉറപ്പായും ഇവിടെ ആരുണ്ടാവും? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവും. എവിടെ ഇൻഡ്യൂസ് ഡി എഫ് ഉണ്ടാവണേ? സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവും. സോ പ്രൈമറി കോയിലെ കറണ്ടിൻ്റെ വേരിയേഷൻ മൂലം സെക്കൻഡറി കോയിൽ എന്തുണ്ടായി? ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇത് വിളിക്കും മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കോയിൽ വേണം, മ്യൂച്വൽ രണ്ട് ആൾക്കാർ വേണം. ശരിയാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ രണ്ട് ആൾക്കാർ വേണം. സോ ഒരു പ്രൈമറി കോയിലും വേണം, ഒരു സെക്കൻഡറി കോയിലും വേണം. പ്രൈമറി കോയിലൂടെ കറണ്ട് കടത്തി വിടുന്നതിൻ്റെ ഫലമായിട്ട് പ്രൈമറി കോയിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആരെ കട്ട് ചെയ്യും? സെക്കൻഡറി കോയിലെ കട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ഫ്ലക്സ് ഉണ്ടാകും. പ്രൈമറി കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി കോയിലെ കറണ്ട് അതാണ്ട് ഈ കറണ്ട് പ്രൈമറി കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, സെക്കൻഡറി കോയിലിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. ശരിയാണോ? സെക്കൻഡറി കോയിലിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും, അങ്ങനെ പറയണം. സെക്കൻഡറി കോയിലിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകും. സെക്കൻഡറി കോയിലിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം എന്തുണ്ടാവും? സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവും. സോ പ്രൈമറി കോയിലെ കറണ്ടിൻ്റെ വേരിയേഷൻ മൂലം സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാകുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ ആണോ? സോ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നേരൊക്കെ നോക്കി. മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് എ പ്രോപ്പർട്ടി. ഇതൊരു പ്രോപ്പർട്ടിയാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി. ഇതൊരു പ്രോപ്പർട്ടിയാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് എന്താണ്? ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനോമിനയാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓഫ് ടു കോയിൽസ്, രണ്ട് കോയിലിൻ്റെ പ്രോപ്പർട്ടികളാണ്. ബൈ വിച്ച് എ ചേഞ്ച് ഇൻ കറണ്ട്, കണ്ടോ ആരാ ചേഞ്ച് ചെയ്യുന്നേ? ചേഞ്ച് ഇൻ കറണ്ട് ഇൻ വൺ ഓഫ് ദ കോയിൽ, ഒരു കോയിലിലെ ചേഞ്ച് ഇൻ കറണ്ട് മൂലം ഇൻഡ്യൂസ് ആൻഡ് ഇ എം എഫ് ഇൻ ദ അതർ കോയിൽ, മറ്റേ കോയിൽ എന്ത് ചെയ്യും? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. സോ ഒരു കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റേ കോയിൽ ഉറപ്പായും എന്ത് ചെയ്യും? ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, ഭംഗിയായിട്ട് മനസ്സിലായി കാണും എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് ഭംഗിയായിട്ട് മനസ്സിലായി കാണും. പറഞ്ഞ മക്കളെ, എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? സോ നിങ്ങൾ പറയും, സർ പ്രൈമറി കോയിലും ഉണ്ട്, ഇവിടെ സെക്കൻഡറി കോയിലും ഉണ്ട്. പ്രൈമറി കോയിലും ഉണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. സോ പ്രൈമറി കോയിലിൽ എന്ത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്? കറണ്ട് ചേഞ്ച് ചെയ്യുന്ന ഫലമായിട്ട് സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. നമുക്കിതിനെയാണെങ്കിൽ ഈ ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയാൻ പോവാണ്. ഇതൊരു പ്രൈമറി കോയിലാണ്. ഉണ്ടോ? കോയിൽ നിങ്ങളിങ്ങനെ വരച്ചു. ഇത് പ്രൈമറി കോയിലാണ്. അതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് I1 പ്രൈമറി കോയിൽ. ഞാൻ പ്രൈമറി ഇങ്ങനെ എഴുതും, പ്രൈമറി കോയിൽ. ഇനി സെക്കൻഡറി കോയിലുണ്ട്. ഇത് സെക്കൻഡറി കോയിലാണ്. എല്ലാത്തിൻ്റെ നീളം സെയിം ആണ്. പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും നീളം എന്താ മക്കളെ? സെയിം ആണ്. ഓക്കെ ആണോ? ശരി. സോ പ്രൈമറി കോയിൽ കറണ്ട് ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രൈമറി കോയിൽ എന്തുണ്ടാക്കും? നമുക്ക് പ്രൈമറി കോയിലിൻ്റെ, ഞാൻ പ്രൈമറി കോയിൽ ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ പ്രൈമറി കോയിലിലെ കറണ്ട് മാറുന്നതനുസരിച്ച് പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറും. ശരിയാണോ? B1 വാല്യൂ മാറും. നമുക്കറിയാം B വിച്ച് ഈസ് ഈക്വൽ ടു μ0 Ni അല്ലേടാ? ആണ്. N എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമുക്ക് എങ്ങനെയും മാറ്റി എഴുതാം. μ0 ആകെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ആകെ ലെങ്ത്. ആകെ ലെങ്ത് എത്രയാണ്? L ആണ്. സോ B1 മാറ്റം ഉണ്ടാകും. കാരണം എന്താണ്? I1 ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട്. N1 എന്താണ്? ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് N1 ആണ്. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് I1 ആണെങ്കിൽ B1 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് പഠിച്ച ഇക്വേഷനാണ് സോളിനോഡിൻ്റെ B1 ഇക്വേഷൻ എന്താടാ? μ0 Ni. ഈ Nന് പകരം നിങ്ങൾക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ N, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയാം. കുഴപ്പമില്ലല്ലോ. ശരി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആര് മാറുന്നതനുസരിച്ച് കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആർക്ക് ചേഞ്ച് ഉണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഉണ്ടാകും. ബിക്ക് മാറ്റം ഉണ്ടാകും. ഇനിയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി കോയിൽ വരയ്ക്കാം. നമ്മുടെ സെക്കൻഡറി കോയിൽ ഇതാണ്. സെക്കൻഡറി കോയിൽ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പോൾ സെക്കൻഡറി കോയിൽ എന്തുണ്ടാകും മക്കളെ? ഫ്ലക്സ് ഉണ്ടാകും. ശരിയാണോ? ഫ്ലക്സ് എവിടെ ഉണ്ടാകുന്നേ? സെക്കൻഡറി കോയിൽ ഉണ്ടാവും. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താടാ? നിങ്ങൾ പറയും സാർ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ സാധാരണ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? B.A ആണ്, അല്ലെങ്കിൽ BA ആണ്. ഇവിടെ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും? NB എന്ന് പറയും. ഇവിടെ എത്ര ടേൺസാണ്? അണ്ടേ N എന്താണ്?
ഇതാണ് നമ്പർ ഓഫ് ടേൺസ് ആണിത് അല്ലേ, സെക്കൻഡ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണിത്. അവരാണ് മുറിക്കുന്നത്. ആരെ ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് കോയിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരുടെ ഏരിയ എടുക്കേണ്ടത്? ഏത് ഏരിയക്കൂടെ പെർപെൻഡിക്കുലറായിട്ട് പോണേ? ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറാണ് പോണേ. ശരിയാണോ? സോ A2. ഈ കാര്യം മനസ്സിലായോ? Φ2 വിച്ച് ഈസ് ഈക്വൽ ടു NBA കോസ് തീറ്റ അല്ലെങ്കിൽ NBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N എന്താണ്? ആരാണോ മുറിക്കുന്നത് അവൻ്റെ N. ബി ഇവനാണോ ഉണ്ടാക്കുന്നത്? ഇവന് ബി ഉണ്ടാക്കാൻ കഴിവില്ല, ഇവന് കറണ്ടൊന്നുമില്ല. കറണ്ട് എവിടെ ഉള്ളത്? ഇവനാണ് കറണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ, ഇവനാണ് കറണ്ട് കടത്തി വിടുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അവനാണ് എന്തിനെ ഉണ്ടാക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് വരും, അതാണ് B1 എന്ന് പറയുന്നത്. ഇനി ഏത് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായി മാഗ്നറ്റിക് ഫീൽഡ് പോണേ? ഇവൻ്റെ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോണേ. അപ്പോഴാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. ശരിയാണോ? സോ Φ2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇക്വേഷനിലെ ഓരോ ടേംസ് മനസ്സിലാക്കണം. Φ2 വിച്ച് ഈസ് ഈക്വൽ ടു N2. B1 മുകളിലുള്ളവനാണ് B1 ഉണ്ടാക്കുന്നത്. B1 ഇനി എന്താണ്? A2. സോ B1ൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. B1ൻ്റെ ഇക്വേഷൻ എന്താണ്? ഈ കിടക്കുന്നതാണ് B1ൻ്റെ ഇക്വേഷൻ. അതാണ് μ0 പറഞ്ഞ് N1. B1നെ മാറ്റത്തോടെ എഴുതാൻ പോവാണ്. നമുക്ക് ചേർത്ത് എഴുതാം. N2നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാണ്. സോ ഇത് N2 ഞാനിവിടെ മാറ്റി എഴുതി N2. ഇനി B1 കിടക്കുന്നുണ്ടോ? B1 കിടക്കുന്നു. B1 പകരം എന്ത് പറയാം? നമുക്ക് ഈ കിടക്കുന്ന ഇക്വേഷൻ പറഞ്ഞു കൊടുക്കാം. ഇത് B1 ആണ്. എങ്ങനെ പറയും? μ0 പറഞ്ഞ് N1 I1 ഡിവൈഡ് ബൈ L. ഇതാണ് B1 എന്ന് പറയുന്നത്. അടുത്തെന്താണ്? A2. അടുത്തെന്താണ്? A2. സോ സിമ്പിൾ. സോ Φ2 വിച്ച് ഈസ് നമുക്ക് മനസ്സിലായി N2 അതുപോലെ എഴുതി. B1 ഇൻറ്റു എന്തുണ്ട്? A2. മനസ്സിലായോ മക്കളെ? അപ്പോൾ Φ2നെ മനസ്സിലായോ? പ്രൈമറി കോയിലെ കറണ്ട് മൂലം സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? നമുക്ക് കറണ്ട് ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആര് ചേഞ്ച് ചെയ്യും? ഫ്ലക്സ് ചേഞ്ച് വേണം. കറണ്ട് ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രൈമറി കോയിലിൻ്റെ കറണ്ട് ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ആര് ചേഞ്ച് ചെയ്യും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. മക്കളെ, ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈമറി കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സെക്കൻഡറി കോയിലാണെങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായി അല്ലേ? സെക്കൻഡറി കോയിൽ എങ്ങനെയാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നത്. ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കൊണ്ട് എങ്ങനെയാണ് EMF ഉണ്ടാകുന്നത് നമുക്കറിയാം. സോ നമുക്ക് മനസ്സിലായി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്? നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. പറഞ്ഞേ, ഇൻഡ്യൂസ്ഡ് EMF എവിടെയാണ് ഉണ്ടാവുന്നത്? വീഡിയോ പോസ്റ്റ് ചെയ്ത് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഇൻഡ്യൂസ്ഡ് EMF എവിടെ ഉണ്ടാവണേ? പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ? നിങ്ങൾ പറയും സാർ സിമ്പിൾ, സാറ് പറഞ്ഞു തന്നെയാണ്. ഇൻഡ്യൂസ്ഡ് EMF സെക്കൻഡറിയിലാണ് ഉണ്ടാവുന്നത്. നമ്മൾ പ്രൈമറി കോയിൽ എന്ത് കൊടുക്കും മക്കളെ? പ്രൈമറി കോയിലിൽ കറണ്ട് കൊടുക്കും. ഈ കറണ്ടിൻ്റെ വേരിയേഷൻ മൂലം, ഈ കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് മൂലം സെക്കൻഡറി കോയിലിലാണ് എന്തുണ്ടാവണത്? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവണത്. സോ ഇൻഡ്യൂസ്ഡ് EMF എവിടെ ഉണ്ടാവണേ? സെക്കൻഡറി കോയിലിൽ. ഇവിടെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. ശരി, അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാം. സെക്കൻഡറി കോയിൽ ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാം. സോ ഇൻഡ്യൂസ്ഡ് EMF അറ്റ് സെക്കൻഡറിയിലെ ഇൻഡ്യൂസ്ഡ് EMF വിച്ച് ഈസ്, നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു d∅ ഡിവൈഡ് ബൈ dt. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. മൈനസ് സൈൻ ഉണ്ട്, മൈനസ് d∅/dt. സെക്കൻഡറി കോയിലെ ചേഞ്ച് ഇൻ ഫ്ലക്സ് മൂലം ഉറപ്പായും സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. നമുക്കാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമുക്ക് ഈക്വൽ സൈൻ കൊടുക്കാൻ പറ്റും. ഈക്വൽ ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ അല്ലേ? ഇൻഡ്യൂസ്ഡ് EMF വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഇവിടെ d∅ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇത് എവിടെ ഉണ്ടാവണേ? സെക്കൻഡറി കോയിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ പ്രൈമറി കോയിലെ കറണ്ട് മാറുന്നതനുസരിച്ച് സെക്കൻഡറി കോയിലെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. സെക്കൻഡറി കോയിലെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും മക്കളെ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സോ സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. ഓക്കെ ആണോ? ഇനി നമുക്ക് പഠിച്ച ഇക്വേഷൻ എന്താണ്? നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അറിഞ്ഞ കാര്യം, കറണ്ട് മാറുന്നതനുസരിച്ച് ആർക്ക് മാറ്റം ഉണ്ടാവും? ഫ്ലക്സിന് മാറ്റം ഉണ്ടാവും. പഠിച്ചതാണ്. ശരിയാണോ? പ്രൈമറി കോയിലിലെ കറണ്ട് മാറുന്നതനുസരിച്ച് സെക്കൻഡറി കോയിലിലെ എന്ത് ചെയ്യും? ഫ്ലക്സ് മാറും. എങ്ങനെയാണ് മാറുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതാണ്.
തൊട്ട് മുന്നേ കണ്ടയാണ്. നമുക്ക് ഐ അങ്ങോട്ട് മാറുന്നതനുസരിച്ച് ആരങ്ങോട്ട് മാറുമടാ? ഫൈ അങ്ങോട്ട് മാറും. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫൈ ആണ്. ഈ ഫൈ എന്താണ്? സെക്കൻഡറി കോയിലാണ് ഫൈ ഉണ്ടാവുന്നത്, പ്രൈമറി കോയിലാണ് കറണ്ട് കൊടുക്കുന്നത്. സോ നമുക്ക് പറയാം ഫൈ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I1. നമ്മൾ പറഞ്ഞല്ലോ, ഈ കാര്യം മനസ്സിലായോ? സോ സിമ്പിൾ. ഇനിയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഫൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കോൺസ്റ്റൻ്റ് ആണ് കോ എഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ ഇങ്ങനെ പറയാം, നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ കോ എഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡറി കോയിൽ ഡ്യൂ ടു ഫസ്റ്റ് കോയിൽ എന്ന ആൾക്കാർ പറയണം. അതിൻ്റെ മീനിങ് എന്താണ്? സെക്കൻഡറി കോയിലാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നത്. ആര് മൂലം? പ്രൈമറി കോയിൽ മൂലം. സോ M21 എന്ന് പറഞ്ഞാൽ എന്താണ്? കോ എഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ആരുടെയാണ്? എവിടെ അതൊക്കെ ഉണ്ടാവുന്നത്? സെക്കൻഡറി കോയിലാണ്. സെക്കൻഡറി കോയിൽ ഡ്യൂ ടു പ്രൈമറി കോയിൽ. ഉണ്ടോ? സെക്കൻഡറി കോയിലാണ് നടക്കുന്നത്. ആര് മൂലം? പ്രൈമറി കോയിൽ മൂലം സെക്കൻഡറി കോയിലാണ് ഉണ്ടാവുന്നത്. അതാണ് ഈ പറഞ്ഞു തരുന്നത്. ഇനി ആരുണ്ട്? ഇവിടെയാണെങ്കിൽ I1 ഉണ്ട്. സോ ഫൈ ടു സെക്കൻഡറി കോയിലെ മാഗ്നറ്റിക് സെക്കൻഡറി കോയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? MdI/dt. സോ നമുക്ക് എന്താ വേണ്ടുന്നത്? നമുക്ക് ഇൻഡ്യൂസ് DMF വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ചേഞ്ചാണ് വേണ്ടുന്നത്. സോ ഇവിടെയാണെങ്കിൽ നമുക്ക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ആർക്ക് ചേഞ്ച് ഉണ്ടാവണം? നിങ്ങൾ പറയും സാർ സിമ്പിൾ, കറണ്ടിന് ചേഞ്ച് ഉണ്ടാവണം. സാർ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് റേറ്റ് എടുക്കാം മക്കളെ. ഞാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ എന്ത് ചെയ്യണം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ d∅/dt എന്താണ്? E2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? -d∅/dt ആണ്. അങ്ങനെയെങ്കിൽ d∅/dt എന്താണ്? അത് -E അല്ലേടാ? ഇത് -E ആണ്. സോ ഇത് ഇൻഡ്യൂസ് DMF ആണ്, മൈനസ് ഇൻഡ്യൂസ് DMF ആണ്. സോ M21 dI1/dt. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? E2 സെക്കൻഡറി കോയിൽ ഉണ്ടാവുന്ന EMF കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു -M21 ഇൻറ്റു dI1/dt. മക്കളെ മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. ഇക്വേഷൻ, ഇതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ഇക്വേഷൻ കൊണ്ട് മാറ്റി എഴുതാം. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് പറ. ശ്രദ്ധാപൂർവം പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? E2 വിച്ച് ഈസ് ഈക്വൽ ടു -M21 dI/dt. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ആര് ചേഞ്ച് ചെയ്യണം? കറണ്ട് ചേഞ്ച് ചെയ്യണം. എവിടുത്തെ കറണ്ട് ചേഞ്ച് ചെയ്യണം? പ്രൈമറി കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ് DMF ഉണ്ടാവും. മക്കളെ ഇത് ഈ ഫിനോമിനെ വിളിക്കുന്ന പേരല്ലേടാ മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ഇക്വേഷൻ്റെ മീനിങ് മനസ്സിലായി. ഇതെന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ് DMFൻ്റെ ഇക്വേഷനാണ്. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. നമ്മൾ സിമ്പിളായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ് DMF പ്രൈമറി കോയിലെ കറണ്ടിൻ്റെ ചേഞ്ച് മൂലം സെക്കൻഡറി കോയിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായെന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി ഇല്ലേ? സെക്കൻഡറി കോയിൽ എങ്ങനെയാണ് ഇൻഡ്യൂസ് DMF ഉണ്ടായെന്ന് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി. ശരി, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ അടുക്കിയോട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആയി. ഒരു ഡെറിവേഷനാണ്. ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കോ എഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാൻ പോവുകയാണ്. ഡെറൈവ് ചെയ്യാമല്ലോ? വളരെ സിമ്പിളാണ്. എക്സ്പ്രഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ എമ്മിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡെറൈവ് ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ്. നോക്ക്, നമുക്കാണെങ്കിൽ ഇവിടെയാണെങ്കിൽ 2 കോയിലുണ്ട്. കോയിൽ ഏതൊക്കെയാണ്? നമ്മൾ പറയും സാർ സിമ്പിൾ. നമ്മുടെ കയ്യിൽ പ്രൈമറി കോയിലുണ്ട് സാർ. ഇത് പ്രൈമറി കോയിലാണ് സാർ. അതിലൂടെ കറണ്ട് കടത്തിവിട്ടായിരുന്നു. I1 എന്ന കറണ്ട് കടത്തിവിട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സാറ് പറഞ്ഞു സെക്കൻഡറി കോയിലാണെങ്കിൽ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിലൂടെ φ2 ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ശരി, അങ്ങനെ നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. എന്താണ്? φ2 വിച്ച് ഈസ് ഈക്വൽ ടു M21 ഇൻറ്റു I1. പഠിച്ചല്ലേ? നമ്മൾ തൊട്ട് മുന്നേ കേട്ട ഇക്വേഷനാണത്. ഇതിൻ്റെ മീനിങ് എന്താണ്? പ്രൈമറി കോയിലെ കറണ്ട് കൂടുന്നതനുസരിച്ച് സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും മക്കളെ? ഫ്ലക്സ് ഉണ്ടാകും. സോ പ്രൈമറി കോയിൽ നോക്ക്, പ്രൈമറി കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സെക്കൻഡറി കോയിലെ ഫ്ലക്സും ചേഞ്ച് ചെയ്യും.
ഓക്കെ ആണോ? ശരി, ഈ ക്വസ്റ്റൻ പഠിച്ചതാണ്. എം എന്താണ്? കോ എഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. മക്കളെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. യൂണിറ്റ് എന്താണ്? നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M21 വിച്ച് ഈസ് ഈക്വൽ ടു Φ2 ഡിവൈഡ് ബൈ I1. യൂണിറ്റ് പറഞ്ഞു തന്നേ. ഫൈ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതിൻ്റെ യൂണിറ്റ് വെബർ എന്നാണ്. എന്താണ്? വെബർ. ഇത് കറണ്ടാണ്, ആംബിയർ. സോ വെബർ പെർ ആംബിയർ. ഇതിനൊരു ചെല്ലപ്പേരുണ്ട്. എന്താണ്? ഹെൻറി. എന്ത് വിളിക്കും? ഹെൻറി. എച്ച് എന്ന് വിളിക്കും. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ പെർ ആംബിയർ അല്ലെങ്കിൽ ഹെൻറിയാണ്. ഹെൻറി. ഓക്കെ ആണോ? സോ സിമ്പിൾ. ശരി, ഇനി നോക്ക്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്താണ്? ഈ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം ഓഫ് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എമ്മിൻ്റെ എക്സ്പ്രഷൻ വേണം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? Φ2ൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇത് നമുക്കറിയാം Φ2 വിച്ച് ഈസ് ഈക്വൽ ടു NBA ആണ്. പറഞ്ഞേ, N1 ആണോ N2 ആണോ എഴുതേണ്ടത്? ആലോചിച്ച് പറഞ്ഞേ. Φ2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ NBA എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടതാണ്, N1 ആണോ N2 ആണോ എഴുതേണ്ടത്? നിങ്ങൾ പറയും സാർ സിമ്പിൾ. ഈ Φ2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് ആണ്. അപ്പോൾ അതിനെ മുറിക്കുന്നത് ആരായിരിക്കണം? സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏത് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ പോണത്? സെക്കൻഡറി കോയിലിൻ്റെ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ആണോ മക്കളെ? സോ സിമ്പിൾ. ഇനി നമ്മൾ പഠിച്ച കണക്ക് ബീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തൂടെ? B1 ഇക്വേഷൻ എന്താണ്? μ0 n. നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? N1 ഡിവൈഡ് ബൈ L ഇൻറ്റു I1. സോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രൈമറി കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അവൻ്റെ ജോലി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക. സോ I1 എന്ന കറണ്ട് കടത്തി വിടുമ്പോൾ N1 ടേൺസ് എന്ത് ചെയ്യും മക്കളെ? B1 എന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് N2 ഏരിയയിലൂടെ കട്ട് ചെയ്ത് A2 ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടാക്കും? Φ2 മാഗ്നറ്റിക് ഫ്ലക്സിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ആണോ? സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ ചേർത്തെഴുതാം. പറഞ്ഞുതരാം മക്കളെ. എങ്ങനെ ചേർത്ത് പറയുന്നേ? Φ2 വിച്ച് ഈസ് ഈക്വൽ ടു N2 നമ്മൾ അതുപോലെ എഴുതി ഇൻറ്റു B1 എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയും സാർ μ0 N1 I1 ഡിവൈഡ് ബൈ L ആണ്. ഇനി ആരുണ്ട് മക്കളെ? A2. സോ ഇതാണ് എന്തെന്ന് പറയണത്? നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. Φ2ൻ്റെ സെക്കൻഡ് ഇക്വേഷൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ ഇക്വേഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു I മാറുന്നതനുസരിച്ച് I1 മാറുന്നതനുസരിച്ച് ആര് മാറും? Φ2 ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. ശരി, ഇനി നോക്കും മക്കളെ. ഇനി ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഈ ഇക്വേഷൻ നമ്പർ 2ഉം ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെയും Φ2 ആണ്, ഇവിടെയും Φ2 ആണ്. അങ്ങനെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? സോ സിമ്പിൾ. എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇവിടെയാണെങ്കിൽ M2I ഇൻറ്റു I1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇപ്പം Φ2ന് പകരം പറയാം? ഇത്രയും പറഞ്ഞുകൂടെ? ഇതും Φ2 ആണ്, ഇതും Φ2 ആണ്. സോ എന്ത് ചെയ്യും? നമ്മൾ RHSനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ശരിയാണോ? ഫ്രം ഇക്വേഷൻ 1 and 2 നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ എഴുതും? μ0 എന്ന് എഴുതും. N1 N2 പിന്നെന്തുണ്ട്? A2 പിന്നെ ആരുണ്ട്? I1 ഡിവൈഡ് ബൈ L എന്നുണ്ട്. സോ N2 എഴുതിയിട്ടുണ്ട്, μ0 എഴുതിയിട്ടുണ്ട്, N1 എഴുതിയിട്ടുണ്ട്, I1 എഴുതിയിട്ടുണ്ട്, A2 എഴുതിയിട്ടുണ്ട്, ഡിവൈഡ് ബൈ L. ഇനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ I1നെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കിട്ടും? മാഗ്നറ്റിക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു μ0 N1 N2 A2 ഡിവൈഡ് ബൈ L. നമുക്ക് ഈ ഇക്വേഷനെ പല രീതിയിലും മോഡിഫൈ ചെയ്യാം. ഈ ഇക്വേഷനെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് പല രീതിയിലും മോഡിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഏതൊക്കെ രീതിയിലാണ് മോഡിഫൈ ചെയ്യുന്നത്? കാണിച്ചു തരാം മക്കളെ. സോ μ0 N1 N2 A2 ഡിവൈഡ് ബൈ L. ഈ ഇക്വേഷൻ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ആ മോഡിഫിക്കേഷൻ കേൾക്കാം. സോ ഒന്നാമത്തെ മോഡിഫിക്കേഷനാണ്, ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. ഈ ഇക്വേഷൻ്റെ ആണെങ്കിൽ ഞാൻ മുകളിലും താഴെയും എന്ത് ചെയ്യാൻ പോവാണ്? ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ മുകളിലും L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടും M2I വിച്ച് ഈസ് ഈക്വൽ ടു μ0 അതുപോലെ എഴുതി, താഴെ L ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? N1 ഡിവൈഡ് ബൈ L. താഴെ അടുത്ത L ഉണ്ട്, 2 L താഴെ ഉണ്ട് അല്ലേ? N2 ഡിവൈഡ് ബൈ L. ഇനി A2. സോ മുകളിൽ താഴെയാണെങ്കിൽ ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മുകളിൽ എന്ത് ചെയ്യണം? ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഇതെന്താടാ മക്കളെ? ഇത് μ0 ഇതെന്താണ്?
n1 സ്മോൾ n1 ഇതെന്താണ് സ്മോൾ n2. ഈ ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ് ഇതിൻ്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കിട്ടത്തില്ലേടാ. ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ് വോളിയം. സോ ഇതെന്താണിത് വോളിയം. സോ എന്ത് കിട്ടും വോളിയം എന്ന് കിട്ടും. സോ ഇങ്ങനെയും കിട്ടും μ0 n1 n2 ഇൻറ്റു വോളിയം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മാറ്റാം. ഒരു പക്ഷേ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ വാല്യൂ തരത്തിലെ ക്വസ്റ്റ്യനിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം πr² എന്ന് പറഞ്ഞാൽ ആരെ കണ്ടുപിടിക്കാം ഏരിയയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ശരിയാണോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പല രീതിയിൽ മോഡിഫൈ നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം. ഇനി പറയുകയാണ് ഒരു പക്ഷേ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വരി പറയാം. ഓക്കെ ഇവിടെ തന്നെ പറയാം. ഇവിടെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഈ ഒരു കോയിലാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആൻഡ് അകത്തേക്ക് കയറ്റി. സോഫ്റ്റ് ആൻഡ് ആണെങ്കിൽ എയർ ആണോ ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കോയിലിനകത്ത് എയർ ആണോ ഉള്ളത് അല്ല കോയിലിനകത്ത് സോഫ്റ്റ് ആണെന്ന് കരുതിക്കും. കോയിലിൻ്റെ അകത്ത് സോഫ്റ്റ് ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈക്വേഷൻ എങ്ങനെ മാറും നിങ്ങൾ പറയണം സർ m2i വിച്ച് ഈസ് ഈക്വൽ ടു μ0യ്ക്ക് പകരം മ്യൂ എന്ന് പറയേണ്ടി വരും. സോഫ്റ്റ് ആണെങ്കിൽ എന്താണ് വേറെ മെറ്റീരിയലാണ്. സോ μ0 എയർ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. കോയിലിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണ് രണ്ട് കോയിലിൻ്റെയും ഉള്ളിലിരിക്കുന്നത് ആ സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ മ്യൂ എന്ന് പറയേണ്ടി വരും. മ്യൂ n1 n2 a2 ഡിവൈഡ് ബൈ l എന്ന് പറയേണ്ടി വരും. എന്താ ഈ മ്യൂ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറഞ്ഞാൽ μ0 μr ആണ്. അങ്ങനെയും പറയാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയൊക്കെ മാറാം μ0 μr n1 n2 a2 ഡിവൈഡ് ബൈ l എന്ന് പറയേണ്ടി വരും. ഓക്കെ ആണോ. സോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലായി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ പറയാൻ കഴിയും. അതുപോലെയാണെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കപ്ലിംഗ്. കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഇവിടെയാണെങ്കിൽ ഒരു പ്രൈമറി കോയിലുമുണ്ട് സെക്കൻഡറി കോയിലുമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പ്രൈമറി കോയിലുമുണ്ട് സെക്കൻഡറി കോയിലുമുണ്ട്. മക്കളെ ഇത് പ്രൈമറി കോയിലാണ്. ഇതാണ് സെക്കൻഡറി കോയിൽ. നമുക്ക് രണ്ട് കോയിലുണ്ട്. സോ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലെക്സ് ഒട്ടാകെ അല്ലെങ്കിൽ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒട്ടാകെ ആണെങ്കിൽ എവിടെ വരണോ നിർബന്ധമില്ല സെക്കൻഡറി കോയിൽ. ഇപ്പോൾ സെക്കൻഡറി കോയിൽ ഞങ്ങൾ മാറ്റി വരയ്ക്കാൻ പോകുന്ന വിചാരിച്ചു. അത് സെക്കൻഡറി കോയിലാണ്. ഓക്കെ ഇങ്ങനെ വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ബി ഒട്ടാകെ എവിടെ ലിങ്ക് ചെയ്യണോ നിർബന്ധമില്ല സെക്കൻഡറി കോയിൽ ലിങ്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ. കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും ലീക്ക് ചെയ്ത് പുറത്ത് പോകാം. പുറത്ത് പോകാം. അപ്പം ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഫാക്ടർ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര ഇഫക്റ്റീവായിട്ടാണ് ഒരാളുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മറ്റാളുമായിട്ട് എത്ര ഇഫക്റ്റീവായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് കപ്ലിംഗ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻറ്റ് ഫ്ലെക്സ് ഓഫ് വൺ കോയിൽ ലിങ്ക് വിത്ത് അനദർ. ഒരാളുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് എത്ര എഫക്റ്റീവായിട്ടാണ് രണ്ടാമത്തെ കോയിൽ ലിങ്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ കുറച്ചൊന്ന് എന്ത് ചെയ്യാം ലീക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പം പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലെക്സ് ഒട്ടാകെ എന്ത് ചെയ്യണം സെക്കൻഡറി കോയിലും ലിങ്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു പക്ഷേ എന്ത് ചെയ്യാം കുറച്ച് ലീക്ക് ചെയ്ത് പോകാം. അങ്ങനെ എന്ത് ചെയ്യും നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കുറയും. അങ്ങനെയെങ്കിൽ ഇത് സംഭവിക്കും നമ്മുടെ ആണെങ്കിൽ EMFൻ്റെ വാല്യൂ കുറയും. ശരിയല്ലേ. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലെക്സിൻ്റെ വാല്യൂ കുറയും. സോ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒട്ടാകെ എന്ത് ചെയ്യണം സെക്കൻഡറി കോയിൽ വരികയും സെക്കൻഡറി കോയിൽ അതിനെ മുറിക്കുകയും ചെയ്യണം. അങ്ങനെ മുറിച്ചാൽ മാത്രമേ അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ സെക്കൻഡറി കോയിലിൽ പൂർണ്ണമായിട്ടും EMF ജനറേറ്റ് ചെയ്യുകയുള്ളൂ. സോ ഈ ഒരു പ്രോസസ്സ് എത്ര ഇഫക്റ്റീവായിട്ടാണ് നടക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് K എന്ന് പറയുന്നത്. കെയിൻ്റെ ഇക്വേഷനാണ് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് K വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഈ L1 L2 എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഓരോ കോയിലിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. നമ്മളതിനെപ്പറ്റി പിന്നീട് പഠിക്കും. സോ കപ്ലിംഗ് ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു K വിച്ച് ഈസ് ഈക്വൽ ടു M ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് L1 ഇൻറ്റു L2 എന്നാണ്. കെയിൻ്റെ വാല്യൂ 1 എന്ന മീനിങ് എന്താണ് പെർഫെക്റ്റ് കപ്ലിംഗ് ആണ്. അതായത് എല്ലാ ഫ്ലെക്സും പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫ്ലെക്സും സെക്കൻഡറി കോയിൽ വന്നു എന്നാണ്. കെയിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്നത് എന്താണ് പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്ലെക്സ് പോലും സെക്കൻഡറി കോയിൽ വന്നില്ല എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ആരെ സഹായിക്കണം കപ്ലിംഗ് ഫാക്ടർ സഹായിക്കണം. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫ്ലെക്സും എവിടെ വന്ന് വീഴണം സെക്കൻഡറി കോയിൽ വന്ന് വീഴണം. മക്കളെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ വീണ്ടും പഠിക്കുന്നതായിരിക്കും. ഈ L1ഉം L2 ഒക്കെ പഠിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഈ കപ്ലിംഗ് ഫാക്ടറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വിശദമായിട്ടും വളരെ സിമ്പിളായിട്ടും ഈ കാര്യം മനസ്സിലാകും. ഇപ്പോൾ ഞാനാണെങ്കിൽ
മ്യൂച്വൽ ഇൻഡക്ഷനോട് ചേർത്ത് നിർത്തേണ്ട ഒരു വാക്കായതുകൊണ്ടാണ് ഈ ഒരു വേർഡ് ഇവിടെ പറഞ്ഞത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.